എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ ഒരു സന്തോഷം ഉള്ള ദിവസമാണ്. എന്താ കാര്യമെന്ന് അറിയാവോ? ഞാനൊരു സംഭവം പൂക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിന്ന് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അത്, നമ്മുടെ ബ്ലാക്ക്ബെറി പെറ്റൂണിയാണ്. സത്യം പറഞ്ഞാൽ ബ്ലാക്ക് പെറ്റൂണിയ എന്നും പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ബ്ലാക്ക്ബെറി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കറക്റ്റ് എനിക്കറിയില്ല. ഇതുപോലൊരു ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ബ്ലാക്ക്ബെറി ആവാനാണ് ചാൻസ് ഉള്ളത്. നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയാന്നും പറഞ്ഞ് വാങ്ങിയ പ്ലാന്റാണ്. പക്ഷേ ഇതാണ് നമുക്ക് ഫ്ലവർ ആയപ്പോൾ ഇന്ന് പുതിയൊരു ബഡും കൂടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കറക്റ്റ് കളറെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് നന്നായിട്ട് ഇരുണ്ടിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനൊരു ഷെയ്ഡും കൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാണോ ബ്ലാക്ക് പെറ്റൂണിയ എന്ന് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ അത്യാവശ്യം നല്ല സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളൊക്കെയാണ്. നമ്മുടെ ഐവറിയും റെഡും പോലെ അത്രയും കട്ടിയുള്ള തണ്ടല്ല കേട്ടോ. പിന്നെയും വേറെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹാങ്ങിങ് വിങ്കയിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവർ നിൽക്കുന്നുണ്ട്. കറക്റ്റ് വെയിൽ കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പാറ്റേൺ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായ വെയിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതിപ്പോൾ രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ മില്യൺ ബിൽസും നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നാറുണ്ട്. മില്യൺ ബിൽസിൻ്റെ പ്ലാന്റ് കേട്ടോ. ലാവൻഡർ വൈറ്റ് മാത്രം, ഡബിൾ പെറ്റൽ ലാവൻഡർ വൈറ്റ് മാത്രം ഓക്കെ ആയി വരുന്നുണ്ട്. ബാക്കി പ്ലാന്റ്സിൻ്റെ കാര്യം അറിയില്ല കേട്ടോ. ഞാൻ 1-2 പ്ലാന്റ് അല്ലാണ്ടൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് ആയാലേ നമുക്ക് കറക്റ്റ് കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ഇന്ന് യെല്ലോ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ യെല്ലോയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. ഇന്നിതേ 2-3 ആൾക്കാർക്ക് പുതുജീവൻ കൊടുത്തിട്ടുണ്ട്. പുതിയ പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സുകളെ നമ്മൾ കാണിച്ചിരുന്നല്ലോ, കുറച്ച് സാപ്ലിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതിനെയൊക്കെ ഇന്ന് പുതുജീവൻ കൊടുക്കുന്നത് മാതിരി റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഡബിൾ പെറ്റൽസ് വയലറ്റും വൈറ്റും ഒക്കെയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൽ ആ വയലറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഷൈനിങ് ഉണ്ട് ഫ്ലവറിന്. അതിനിപ്പോൾ അറിയില്ല ഫസ്റ്റ് ഫ്ലവർ ആവേണ്ടതാണോ അങ്ങനെ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതും ഇതാണ് വയലറ്റ് ഡബിളിൻ്റെ തൈകൾ തന്നെയാണ്. ഇതൊക്കെ വന്നിട്ട് റെഡാണോ ഐവറിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഒരു പ്ലാന്റിന് ചെറിയ വാട്ടം തോന്നുന്നുണ്ട്, അതറിയില്ല കേട്ടോ. ഇനി കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ഒരു പിടിയും ഇല്ലാണ്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ്. യെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല പ്ലാന്റാണ്. അതേപോലെ തന്നെ ടൈഡൽ വേവിൻ്റെ ഒരു ബ്ലൂ പ്ലാന്റാണത്. നമ്മുടെ ക്യൂൺ ഓഫ് ഹാർട്ടാണ് കേട്ടോ. ക്യൂൺ ഓഫ് ഹാർട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് കയറി വന്നതാണ്. ഇടയ്ക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ സിംഗിളായിട്ടൊക്കെ വിരിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയ സംഭവം ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈശ്വരഭാഗ്യത്താൽ ഒന്നും പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം നന്നായിട്ട് ഇന്നൊരു മില്യൺ ബിൽസാണ്. രാവിലെ നോക്കുമ്പോൾ ഇതുപോലെ കിടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല, ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സർഫീനിയുടെ പിങ്ക് പ്ലാന്റാണ്. റൂട്ട് ചെറുതായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒത്തിരി പ്ലാന്റ്സിനെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതിനൊക്കെ ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പുതിയ പുതിയ പ്ലാന്റ്സൊക്കെ വയ്ക്കാനും ഒക്കെ ആയിട്ട്. നമ്മൾ ഓണത്തിന് ഒരു ഗിവ് അവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര പേർക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതെന്ന് ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പ്ലാൻസൊക്കെയാണ് നമ്മൾ ഗിവ് അവേയിൽ കൊണ്ടുവരുന്നത്. അതിൽ ചിലപ്പോൾ പെറ്റൂണിയാസ് ഉണ്ടാവാം, ഡബിൾ പെറ്റൽസ് ഉണ്ടാവാം, സിംഗിൾ പെറ്റൽസ് ഉണ്ടാവാം, മില്യൺ ബിൽസ് ഉണ്ടാവാം. നമ്മുടെ കയ്യിൽ ഏത് പ്ലാൻസ് ആണോ നമ്മൾ ഉള്ളത് ആ ഒരു പ്ലാൻസൊക്കെ വെച്ചിട്ടായിരിക്കും ഗിവ് അവേ ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആവാം. അങ്ങനെ ഏത് പ്ലാന്റ് വേണോ നമ്മൾ ഗിവ് അവേയിൽ കൊണ്ടുവരും. ഇന്ന പ്ലാന്റ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേയുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതുകൂടെ പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾ കൊറിയർ ചാർജ് തരാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഗിവ് അവേ പ്ലാൻസ് കൊടുക്കുന്നത്. അവർക്ക് അയച്ചു കൊടുക്കാൻ എന്തായാലും ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ കോസ്റ്റ് തരാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്ക് പ്ലാൻസ് കൊടുക്കുള്ളൂ. നമ്മൾ പ്ലാൻസിൻ്റെ ഒരു ചാർജും എടുക്കുന്നില്ല.
പ്ലാന്റ്സൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും, പക്ഷെ നമുക്ക് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുവേ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് മുതൽ നമ്മുടെ ഓണം വരെയുള്ള വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഗിവ് അവേയിൽ പരിഗണിക്കുന്നത്. ഓണ ടൈമിലായിരിക്കും നമ്മൾ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ചിലപ്പോൾ കമൻറ്റ് പിക്കർ വഴിയായിരിക്കും എടുക്കുന്നത്. അല്ലാച്ചാൽ ഒരുപാട് കമൻ്റ് ഇടുന്നവരിൽ നിന്നും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ വെരിഫൈ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. എത്ര ആളെയാണെന്ന് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയും. ഏതൊക്കെ പ്ലാൻസ് നമ്മൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് വാച്ച് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മില്യൺ ബിൽസിൻ്റെ പ്ലാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കളേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് മില്യൺ ബിൽസൊക്കെ കാണിച്ച് പോകുന്നുണ്ടല്ലോ. നമുക്ക് ആ ഒരു ഓണ ടൈം ആകുമ്പോൾ ഏതെങ്കിലും പ്ലാൻസ് ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മില്യൺ ബിൽസിനെയും ഗിവ് അവേയിൽ കൊണ്ടുവരും. അത് എത്ര പേർക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ആൾക്കാർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുമെന്നൊന്നും പറയില്ല. കുറച്ചധികം ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ ഇപ്പം നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. എത്ര പേർക്കാണ് എന്ന് നമ്മൾ കറക്റ്റ് പറയില്ല. അതൊരു സർപ്രൈസ് ആയിരിക്കും. ഓണം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഓണത്തിനായിരിക്കും നമ്മൾ അനൗൺസിങ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിലുള്ള സിംഗിൾ പെറ്റൽസ്, ഡബിൾ പെറ്റൽസ്, റോസ് കട്ടിങ്സ്, മില്യൺ ബിൽസ്, പെറ്റൂണിയാസ് അറിയാമല്ലോ, നമ്മൾ കാണിച്ചു പോകുന്ന വൈറ്റ്, വയലറ്റ്, ഐവറി, റെഡ്, ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ് നമ്മുടെ ഹാങ്ങിങ് വിങ്കാസ് വരാം, എക്സോട്ടിക് വിങ്കാസ് വരാം, അപ്രൈറ്റ് വിങ്കാസ് വരാം. ഏത് പ്ലാന്റ്സ് വേണോ നമുക്ക് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതൊക്കെ നമുക്ക് അന്നുള്ള പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത്. പിന്നെ മിനിയേച്ചർ കൊണ്ടുവരാം. മിനിയേച്ചറിൻ്റെ നമുക്കൊരു 5 കട്ടിങ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ അത് കൊണ്ടുവരാം. ചിലപ്പോൾ ആ ഒരു മിനിയേച്ചറിൻ്റെ 5 കട്ടിങ്സും ഡബിൾ പെറ്റൽസിൻ്റെ 5 കട്ടിങ്സും വെച്ചൊക്കെ ആയിരിക്കും, ടോട്ടൽ 10 കട്ടിങ്സൊക്കെ വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ പല ഐഡിയാസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള വീഡിയോസ് എല്ലാം കണ്ടോളൂ. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമ്മൾ ഈ കാണിക്കുന്നത് റോസിന് വരുന്നത് ട്യൂമറാണേ. നമ്മുടെ മനുഷ്യന് വരുന്ന ട്യൂമർ നമുക്ക് ഫെമിലിയർ ആണല്ലോ. അതുപോലെ നമ്മുടെ പ്ലാന്റ്സിലും നമുക്ക് ട്യൂമർ വരാറുണ്ട്. നമ്മുടെ റോസ് പ്ലാന്റ്സിന് വരുന്ന ട്യൂമർ ഇങ്ങനെയാണ് കേട്ടോ. തണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ബൾജ് ചെയ്ത് പുറത്തേക്ക് വരും. ഇതിന് ഞാൻ പറയുന്നത് ട്യൂമർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ സാഫ് കൊടുക്കുക. വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമ്മളത് എടുത്ത് കളഞ്ഞിട്ട് സാഫ് കൊടുക്കുക കേട്ടോ. ഇല്ലാച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സാഫ് കൊടുത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഈ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഇതൊരു കാര്യമായിട്ട് ഇട്ടത് കേട്ടോ. ഇത് നമ്മൾ പാലക്കാട് പോയപ്പോൾ അവിടെ ഒരു ഡാം വിസിറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ നൊസ്റ്റൂവിൽ ഞാൻ അടിച്ചു കൊണ്ടുവന്ന ചെടി ആണത്. അത് ഏത് ഡാമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അടിച്ചു കൊണ്ടുവന്ന ചെടിയാണ്. ആ ഒരു ബ്ലൂ കളറിലെ ബ്ലൂ വെയിലെന്നോ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഇതും നമ്മൾ ഗിവ് അവേയിൽ കൊണ്ടുവരാം. പിന്നെ നമ്മുടെ നാടൻ പ്രസാന്തി ബോണ്ടല്ലോ, യെല്ലോയും വൈറ്റും, അത് ഒക്കെ കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും നമ്മൾ ഗിവ് അവേയിൽ കൊണ്ടുവരുന്നുണ്ട്. ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും.